കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം 3 തരത്തിലാണല്ലോ ഏതൊരു സമൂഹത്തിൻ്റെയും ആരോഗ്യ സംവിധാനത്തെ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇവിടെയാണ് മന്ത്രി പറഞ്ഞതിലെ ക്രക്സ് കിടക്കുന്നത്. ഞാൻ മന്ത്രി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നതും ഇവിടെയാണ്. എന്താണ്? ഒന്ന്, പൊതുജനാരോഗ്യ സംവിധാനം അത് കേരളത്തിൽ മെച്ചപ്പെട്ട നിലയിലാണ്, ഏറ്റവും മികച്ച നിലയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനമാണ്. പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആക്സസ് ടു പബ്ലിക് ഹെൽത്ത് കെയർ വളരെ എളുപ്പം കേരളത്തിൽ കിട്ടുന്നു. ഇപ്പോൾ നിപ്പ വരുമ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് പാലക്കാട് പോകുന്നു, അവിടെ ഒരു പ്രോട്ടോകോൾ വരുന്നു. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മൾ വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ. ഞാൻ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ വേൾഡ് ഫെർട്ടിലിറ്റി റേറ്റ് എടുത്ത് നോക്കി. അതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളിൽ പോലും 70% മുതൽ 90% വരെ ആയിരിക്കെ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് നമുക്ക് 23 മുതൽ 25% വരെയാക്കി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സഹായിച്ചത്? കേരളത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൻ്റെ നിരന്തരമായിട്ടുള്ള പരിവേഷണങ്ങളുടെ ഭാഗമായിട്ട് 5 തരം വൈറസുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഈ പറയുന്ന ബാക്ടീരിയകളെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുന്നതിൽ, ഗൈഡ് ലൈനുകൾ ഉണ്ടാക്കുന്നതിൽ വളരെ കൃത്യമായ ആരോഗ്യ പരിപാലന സംവിധാനം മെച്ചപ്പെടുത്തുന്നത് നമുക്ക് സാധിക്കുന്നു. നിപ്പയുടെ കാര്യത്തിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നമ്മൾ ഖണ്ഡിച്ചതും അവിടെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എല്ലാവരും നിപ്പ ബാധിച്ചു മരിച്ചു. 90%, 70 മുതൽ 90% വരെ മരണനിരക്കുള്ള നിപ്പയുടെ കാര്യത്തിൽ കേരളത്തിലേക്ക് മുതൽ 33% ആണ്. നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നു. അതാണ് പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു. അവിടെ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്.